അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയുടെ അവസാന 2 ആയത്തുകളാണ് ആമന റസൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറെ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണിത്. അള്ളാഹുവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും വളരെയേറെ മഹത്വമുള്ളവയാണെങ്കിലും ചില ആയത്തുകൾക്ക് മറ്റുള്ള ആയത്തുകളെക്കാളും മഹത്വവും പ്രാധാന്യവുമുണ്ട്. അപ്രകാരം ആമന റസൂലിനും ഏറെ ശ്രേഷ്ഠതകളും പ്രത്യേകതയുമുണ്ട്. ഒരു ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലിരിക്കെ ഉപരിതലത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉടനെ തലയുയർത്തിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാ ഇന്നേ ദിവസം വാനലോകത്തിൽ നിന്ന് ഒരു കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലാതെ മുമ്പൊരിക്കലും അത് തുറക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടതിൽ നിന്ന് ഒരു മലക്ക് വന്നിറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു, ഇദ്ദേഹം ഭൂലോകത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒരു മലക്കാണ്. ഇന്നേ ദിവസമല്ലാതെ മറ്റൊരിക്കലും അദ്ദേഹം ഇറങ്ങി വന്നിട്ടില്ല. അങ്ങേക്ക് സലാം ചൊല്ലിയിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള 2 പ്രകാശം കൊണ്ട് നീ സന്തോഷിക്കൂ. നിങ്ങൾക്ക് മുമ്പേ ഒരു നബിക്കും അവ രണ്ടും നൽകപ്പെട്ടിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗവുമാണിത്. അവയിൽ നിന്ന് ഒരു വിഷയവും നിങ്ങൾ ഓതുകയില്ല. അതിന് ആ ദുആകൾക്ക് ഉത്തരം നിങ്ങൾക്ക് നൽകപ്പെടാതെ. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി തൻ്റെ വിരിപ്പിലെത്തിയാൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ അത് അവന് മതിയാകുന്നതാണ്. ആമന റസൂലിൻ്റെ ആശയം മനസ്സിലാക്കുന്നതിനായി അതിൻ്റെ അവതരണ പശ്ചാത്തലം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായി ആമന റസൂലിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നമുക്ക് പരിശോധിക്കാം. ആകാശഭൂമികളിൽ അഖിലാണ്ടത്തിൽ ഉള്ള സർവ്വ വസ്തുക്കളും അള്ളാഹുവിൻ്റേതാണ്. അവൻ്റെ സൃഷ്ടിയും അവൻ്റെ ഉടമയിലുമാണ്. അവൻ്റെ അധികാരത്തിലും നിയന്ത്രണത്തിലുമാണ്. രഹസ്യ പരസ്യമെന്നോ ഗൂഢവ്യക്തമെന്നോ വ്യത്യാസം കൂടാതെ എല്ലാ കാര്യങ്ങളും അവനറിയാവുന്നതാണ്. അവൻ്റെ അടിയാന്മാർ പ്രവർത്തനത്തിലൂടെയോ വാക്കുകളിലൂടെയോ വെളിപ്പെടുത്തുന്നതും വെളിപ്പെടുത്താതെ മനസ്സിൽ മറച്ചുവെക്കുന്നതുമായ എല്ലാ വിചാരവികാരങ്ങളെയും അവനറിയുന്നു. അവയെപ്പറ്റി അവൻ വിചാരണ നടത്തുകയും ചെയ്യും. എന്നിട്ട് പുറത്തു കൊടുക്കേണ്ടവർക്ക് പുറത്തു കൊടുക്കുകയും ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും ചെയ്യും എന്നൊക്കെയാണ് ആമന റസൂലിന് മുമ്പുള്ള വചനങ്ങളിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചുവെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെ പ്രയാസപ്പെടുത്തി. അതാണ് ആമന റസൂലിൻ്റെ അവതരണത്തിലേക്ക് വഴിവെച്ചത്. ഒരു ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റേതാകുന്നു. നിങ്ങളുടെ മനസ്സുകളിലുള്ളത് നിങ്ങൾ വെളിപ്പെടുത്തിയാലും മറച്ചുവെച്ചാലും അള്ളാഹു അതിൻ്റെ പേരിൽ നിങ്ങളോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും എന്ന ആയത്ത് അവതരിച്ചപ്പോൾ സ്വഹാബികൾക്ക് അത് സഹിക്കുവാൻ കഴിയാതെയായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് മുട്ടുകാലിലിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കഴിവിൽപ്പെട്ട നമസ്കാരം, നോമ്പ്, ധർമ്മം, സമരം മുതലായ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശാസിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ഈ വചനം അവതരിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ കഴിവിനും അപ്പുറമാണല്ലോ. മനസ്സിലെ വിചാരങ്ങളെ ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, മുമ്പ് വേദക്കാർ ചെയ്തതുപോലെ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ എതിര് പ്രവർത്തിക്കുന്നു എന്ന് പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുക. അങ്ങനെ കുറച്ചു കാലം അവർ ഈ വചനം പാരായണം ചെയ്തു പരിചയപ്പെട്ടപ്പോൾ അവരുടെ മനപ്രയാസം നീങ്ങുകയും അള്ളാഹു അടുത്ത ആയത്ത് അവതരിപ്പിക്കുകയും ചെയ്തു. ഈമാൻ എന്നാൽ അത് സത്യപ്പെടുത്തലാണ്, സമ്പൂർണ്ണമായി അനുസരിക്കലാണ്, അതനുസരിച്ചുള്ള പ്രവർത്തനമാണ്. അത് നാവുകൊണ്ടുള്ള മൊഴിയലും ഹൃദയം കൊണ്ടുള്ള വിശ്വാസവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനവുമാണ്. അള്ളാഹുവോടുള്ള അനുസരണം കൊണ്ട് അത് വർദ്ധിക്കുകയും ധിക്കാരം കാരണം അത് ശുഷ്കിക്കുകയും ചെയ്യാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ആമന റസൂലിൽ ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് സത്യവിശ്വാസികളും ഈമാൻ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയുന്നു. എന്താണ് വിശ്വസിച്ചിരിക്കുന്നതെന്നും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിലാണ് അവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്. ഖുർആനും സുന്നത്തുമാകുന്ന വഹിയാകുന്നു അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പറയുന്നു. ഈമാനിൻ്റെ റുക്നുകളിൽ 4 എണ്ണമാണ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈമാനിൻ്റെ റുക്നുകൾ 6 ആകുന്നു. മുമ്പ് ഇസ്രായേലർ പറഞ്ഞതുപോലെ ഞങ്ങൾ കേട്ടു, അനുസരണക്കേടും കാണിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും പറയുകയില്ല. ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നായിരിക്കും അവർ പറയുക. അതെ, അള്ളാഹു എന്ത് കൽപ്പിച്ചാലും വിരോധിച്ചാലും അതെല്ലാം ശരിക്ക് കേട്ടു സ്വീകരിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തയ്യാറുള്ളവരാണവർ. കാരണം അവരുടെ ഏക ലക്ഷ്യം അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനമാണ്. തങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിച്ചെന്ന് അവൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ബോധവും അവർക്കുണ്ട്.
അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബേ, നിന്റെ പാപമോചനം അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളുടെ തിരിച്ചുവരവ് നിന്റെ അടുക്കലേക്കാണല്ലോ എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെല്ലാം നിരുപാധികം അനുസരിക്കുന്നവരുമാണ് സത്യവിശ്വാസികൾ. എന്നാൽ അള്ളാഹുവിൻ്റെ എല്ലാ വിധിവിലക്കുകളും അതുപോലെ സ്വീകരിച്ച് അനുഷ്ഠിക്കുവാൻ മനുഷ്യന് കഴിയുമോ എന്ന് വല്ലവർക്കും സംശയം തോന്നിയേക്കാമെങ്കിൽ അതിനുള്ള മറുപടിയായിട്ടാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. സാധാരണ നിലയിൽ പറയത്തക്ക ബുദ്ധിമുട്ട് കൂടാതെ നിർവഹിക്കാവുന്ന കാര്യങ്ങളെ അള്ളാഹു മതത്തിൽ ശാസിക്കുന്നുള്ളൂ എന്ന് സാരം. അതോടുകൂടി താൽക്കാലികമായോ സാന്ദർഭികമായോ ഏർപ്പെടുന്ന പ്രതിബന്ധങ്ങളിൽ അതിനനുസരിച്ച പ്രതിവിധികളും ഇളവുകളും നൽകപ്പെട്ടിട്ടുണ്ട് താനും. യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും ചെയ്തു വെക്കുന്ന നന്മ അവന് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. ഓരോ വ്യക്തിയും ചെയ്തു കൂട്ടുന്ന തിന്മയും അവന് തന്നെയാണ് ദോഷം വരുത്തുന്നതും. അതിൽ അള്ളാഹുവിന് ഏതെങ്കിലും നേട്ടമോ കോട്ടമോ ഉണ്ടാവാനില്ല. പക്ഷേ മനുഷ്യന് ഗുണകരമായി കലാശിക്കുന്നത് എന്തൊക്കെയാണ്, ദോഷകരമായി കലാശിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ള സൂക്ഷ്മജ്ഞാനം അവന് മാത്രമാണുള്ളത്. മനുഷ്യന് അതറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പ്രകാരമാണെന്ന് അള്ളാഹു ശാസിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതും പ്രാർത്ഥിക്കാറുള്ളതുമായ മഹത്തായ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ആമന റസൂൽ അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകാതിരിക്കുകയില്ലെന്നാണ് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചത്. അള്ളാഹുവിൻ്റെ അടിയാന്മാരായ സത്യവിശ്വാസികൾ അവനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവൻ തന്നെ പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയായിരിക്കെ ആ പ്രാർത്ഥനകൾക്ക് അവനൊരു പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെന്നുള്ളത് ഗൗരവത്തോടെ കാണുക. റബ്ബന, ഞങ്ങളുടെ റബ്ബെ എന്ന് വിളിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ ചെയ്യുന്ന ഈ പ്രാർത്ഥനയിലെ അപേക്ഷകൾ ഇവയൊക്കെയാണ്. 1. ഞങ്ങൾ മറന്നു പോകുകയോ ഞങ്ങൾ അബദ്ധം പ്രവർത്തിക്കുകയോ ചെയ്താൽ നീ ഞങ്ങളെ പിടികൂടി ശിക്ഷാ നടപടി എടുക്കരുതേ. 2. മുമ്പുള്ളവരുടെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരങ്ങളൊന്നും ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. 3. ഞങ്ങൾക്ക് സാധ്യതയില്ലാത്ത കാര്യങ്ങളൊന്നും ഞങ്ങളെ വഹിപ്പിക്കരുതേ. 4. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. 5. ഞങ്ങൾക്ക് പുറത്തു തരണേ. 6. ഞങ്ങൾക്ക് കരുണ ചെയ്യണേ. 7. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ആമന റസൂലിൻ്റെ പാരായണത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന ഹദീസ് നമുക്ക് നോക്കാം. നോമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിശ്ചയം അള്ളാഹു ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം രേഖപ്പെടുത്തി. അതിൽ നിന്ന് 2 വചനങ്ങളെ അവൻ അവതരിപ്പിക്കുകയും അവ കൊണ്ട് സൂറത്തുൽ ബഖറ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവ രണ്ടും 3 രാത്രികളിൽ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെടുകയാണെങ്കിൽ ആ വീടിനോട് ശൈത്താൻ അടുക്കുകയില്ല. സത്യവിശ്വാസികളെ, ആമന റസൂലിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുന്നതോടൊപ്പം അത് എല്ലാ ദിവസവും പാരായണം ചെയ്യുകയും വേണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.